കേരള തമിഴ്നാട് അതിർത്തിയിൽ ബോർഡ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കം. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ താളൂരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം വീണ്ടും സജീവമാവുകയാണ്. ഒരു ബസ് വേയുമായി ബന്ധപ്പെട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു അതിർത്തി തർക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നടക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ എത്തിയാൽ താളൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇതാണ് തമിഴ്നാടിന്റെ ഒരു അതിർത്തി. ഈ അതിർത്തി പ്രദേശത്ത് ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ട് ഒരു തർക്കം നടക്കുകയാണ്. കാരണം ഈ ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ താളൂർ വന്ന് ബസ് തിരിക്കാനുള്ള ഒരു ബസ് സ്റ്റാൻഡിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ബസ് പോകണമെങ്കിൽ ഈ ഒരു നമ്മൾ കാണുന്ന പുറയിൽ കാണുന്ന ഈ ഒരു ബോർഡ് ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. കാരണം ഇത് തമിഴ്നാടിന്റെ ബോർഡാണ്. 2016 2 കളക്ടർമാരും അതുപോലെ തന്നെ വേണ്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു തീരുമാനമുണ്ടാക്കുകയും ഇത് കേരളത്തിൻ്റെതാണെന്നും അതിൻ്റെ അപ്പുറത്ത് തമിഴ്നാടിൻ്റെതാണെന്നുമുള്ള രേഖയും അത് നെന്മേനി പഞ്ചായത്തിൽ, അതായത് കേരളത്തിലെ നെന്മേനി പഞ്ചായത്തിൽ ഇതിൻ്റെ രേഖകളുമുണ്ട്. എന്നാൽ ഈ അടുത്ത് ഈ താളൂർ റോഡ്, അതായത് താളൂർ റോഡ് നന്നാക്കിയതിന് ശേഷം ഇവിടെ ഒരു ബോർഡ് വെക്കേണ്ട ഒരവസ്ഥ വന്നു. ഈ ബോർഡിന് മുന്നിലായതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെതല്ല തമിഴ്നാടിൻ്റെതാണെന്ന് പറഞ്ഞ് ഒരു സംഘടന വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ പോലീസ് കാവലുമൊക്കെ നടക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെയുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. സത്യത്തിൽ എന്താണ് ഈ ഒരു പ്രശ്നം? ഇവിടെ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു തമിഴ്നാടിൻ്റെ ഒരു ബോർഡ് ഒരാഴ്ച മുമ്പ് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പറിച്ചിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ ഉദ്യോഗസ്ഥരടക്കം വന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ പണി നടക്കാൻ പറ്റില്ല, കളക്ടർ അനുമതി വേണം എന്ന് പറയുകയും അതിനുശേഷം റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ബോർഡ് തൊട്ട് മുമ്പിൽ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ നിലവിൽ നമുക്കറിയാം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് 50 ലക്ഷം രൂപ ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ട് പണി നടക്കാൻ പറ്റാതിരിക്കുകയാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഈ ബോർഡാണ്. ഏകദേശം ഒരു 10-15 വർഷമായിട്ടുള്ള നിലവിലുള്ള ബോർഡാണെങ്കിൽ തന്നെ 2016 കളക്ടർമാരെല്ലാവരും കൂടി അളന്ന് തിട്ടപ്പെടുത്തി തഹസിൽദാർ വന്ന് നമുക്ക് ഈ സ്ഥലം കേരളത്തിൻ്റെതാണെന്ന് അനുവദിച്ച് തന്നതിന് ശേഷമാണ് ഇവിടെ കേരളം എന്ത് ചെയ്യണം, നിർമ്മാണം തുടങ്ങുന്നത്. എന്നാൽ ഇതുവരെ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബോർഡ് മാറ്റാനുള്ള ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വികസനങ്ങൾ വരുന്നതിൽ ഭയങ്കര തടസ്സമായി കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും, അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിക്കാൻ പോലും സ്ഥലമില്ല. പക്ഷേ ഇവിടെ, അതായത് ഈ തൊട്ടപ്പുറത്ത് താളൂരാണുള്ളത്. കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിന് അവകാശപ്പെട്ട ഈ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ മറ്റൊരിടത്ത് പോയിട്ട് വാഹനം തിരിക്കേണ്ട ഒരവസ്ഥയുമില്ല. എന്നാൽ തമിഴ്നാട് ഈ സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരാണ് ശരിക്കും ഈ ഒരു വിഷയമുണ്ട്? ഇതിൽ മെയിനായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് നാം തമിഴർ കക്ഷി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സംഘടനയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ ഒരു വിഷയമായിട്ട് കണ്ടിട്ടില്ല. പ്രദേശവാസികളെല്ലാം നല്ലോണം തന്നെ പോകുന്നു. പുറമെന്ന് വന്നിട്ടുള്ള കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ബോർഡ് തടസ്സമായതുകൊണ്ട് തന്നെ അവിടേക്ക് ബസ് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപ ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഈ ബോർഡ് സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഈ കാണുന്നതാണ് നമ്മൾ താളൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. പക്ഷേ കേരളത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് ഈ താളൂർ ഭാഗത്ത് തന്നെ നിരവധി മലയാളികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികളും തമിഴരും എല്ലാം വളരെ സൗഹൃദത്തിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, കാരണം തൊട്ടടുത്തുള്ള ഒരു സ്ഥലം. പക്ഷേ ഒരു സംഘടന, നാം തമിഴർ എന്ന പേരിലുള്ള ഒരു സംഘടനയാണ് ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നതും. ഇവിടെ വലിയ സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. കേരളം സംസാരിക്കുന്നത് അവരുടെ അടുത്ത് വ്യക്തമായ രേഖകളുണ്ട്, ഇതിന്റെ തീരുമാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ സംഘടന പറയുന്നത് അത് തമിഴ്നാടിൻ്റെതാണ്. ഒരുപക്ഷെ സർക്കാർ അതിൽ കൂടുതൽ ഇടപെട്ടിട്ടില്ല. ഈ സംഘടന വലിയൊരു സംഘർഷ സാധ്യതയ്ക്കുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. എന്തായാലും അവരുടെ അടുത്ത് രേഖയുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഈ പറയുന്ന നെന്മേനി പഞ്ചായത്ത്, അതായത് കേരളത്തിന്റെ ഒരു തീരുമാനം. എന്തായാലും ഇതിനുള്ള ഒരു ചർച്ച 2 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ചർച്ച നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ വണ്ടിയും പോലീസ് വണ്ടിയും ഒക്കെ നിരന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താളൂരിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.